അമ്മച്ചേ. ബീഫോ? ഇതെവിടുന്നാ? വറിയത് കൊണ്ടുവന്നാ പങ്കു വെട്ടിയാന്നും പറഞ്ഞു. അമ്മച്ചിക്ക് മാറിക്കേ, ഞാൻ ചെയ്തോളാം. കൊള്ളാലോ. നിന്റെ കാശ് കൊടുത്തായിരുന്നോ? ഉള്ളപ്പ തന്നേച്ചാ മതിയെന്ന് പറഞ്ഞ് അവനങ്ങ് പോയി. അമ്മച്ചിക്ക് ജിൻസി വിളിച്ച് വല്ലതും വെച്ചുണ്ടാക്കാൻ പറഞ്ഞോടായിരുന്നു. ഇങ്ങനെ ഒരേ നെപ്പ് നിന്ന കാല് നീറ് വീർക്കൂട്ടോ. എന്താണ് രണ്ടുപേരും കൂടി ഒരു വാചകം? അല്ല പാചകം. നിന്നെ കെട്ടിക്കുന്ന കാര്യം പറയായിരുന്നു. എന്റെ ടൈം ആവുമ്പോ ഞാൻ തന്നെ എന്റെ ആളെ കണ്ടെത്തിക്കൊള്ളാം. അതാ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ചായോ? അവളുടെ ട്രെൻഡ് ഒന്ന് പാടി. ഈ പെണ്ണിന്റെ ഒരു നാവ്. അല്ല എന്നതായിട്ടാ ശോശാമ്മയുടെ വീടിന്റെ പണി? പെയിന്റിംഗ് പണിയൊക്കെ മൊത്തം കഴിഞ്ഞു. ഉടനെ തന്നെ ഉണ്ടാവും താക്കോൽ ദാനം. നല്ലത് വരും എന്റെ മോന്. വിശക്കുന്നവന് ആഹാരം വേണം, വീടില്ലാത്തവന് വീട് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പുണ്യപ്രവൃത്തി ചെയ്യുന്നവരെ നമ്മൾ എന്നും പ്രോത്സാഹിപ്പിക്കണം. ഇത്തരത്തിലൊരു കാര്യം ഏറ്റെടുത്തതിനും അത് ലക്ഷ്യത്തിലെത്തിച്ചതിനും ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാതെ ഇവിടെ ചില ആൾക്കാർ കുറെ കാശുണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അല്പമെങ്കിലും ഉളുപ്പ് വേണം. പ്രിയമുള്ളവരെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മൾ ഒത്തിരി സമ്പാദിച്ചു കൂട്ടുമ്പോഴും പെൺപിള്ളേരുണ്ടെങ്കിലേ ഈ നാറി അങ്ങോട്ട് ചെന്ന് ഒട്ടിക്കോളൂ. പെൺവിഷയത്തിൽ ഇവൻ വജ്ര പശയാണ്. നാട്ടുകാർക്ക് അത് ഒരിക്കലും മുടിഞ്ചില്ല. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജയ് ഹിന്ദ്. കൈയടിക്ക്. ഇനി രണ്ടു വാക്ക് സംസാരിക്കാനായി നമ്മുടെ ബേബിച്ചനെ ക്ഷണിച്ചോളുന്നു. അതടുത്ത നാറി. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്നാത്തിനാ ഇവിടെ ഒരു പഞ്ചായത്തും ഒരു പഞ്ചായത്ത് പ്രസിഡന്റും? എനിക്കറിയാൻ മേല. യവൻ മറ്റുള്ളവരെ പോലല്ല, അന്തസ്സുള്ള ചട്ടയാ. ഒരു പാവം വിധവയ്ക്കും അതിന്റെ കുഞ്ഞുങ്ങൾക്കും കയറി കിടക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഇവന്മാർക്കാവില്ലേ? എന്നതായാലും ഈ ഒരു സംരംഭത്തിന് മുൻകൈ എടുത്ത, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും എന്റെ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. അടുത്തതായി നന്ദി പറയാൻ നമ്മുടെ സ്വന്തം ജോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്യം പറഞ്ഞ ഈ കൈയടി എനിക്കല്ല വേണ്ടത്. അത് ഈ പദ്ധതി വിജയിപ്പിക്കാൻ സഹകരിച്ച എല്ലാവർക്കുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജന്മം കൊണ്ട് ബേബിച്ചായൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഇപ്പൊ ആനപ്പാറയിലാണ് താമസമെങ്കിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ബേബിച്ചായൻ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യമായി ഞങ്ങൾ ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ. കള്ളവും ഇല്ല, ചതിയുമില്ല, എള്ളോളമില്ല, ഞാനാണ് ഇവിടുത്തെ മഹാബലി. സത്യസന്ധ. അതാണ് നീ നന്നാവാത്തത്. ഞാൻ നന്നാകാത്ത എനിക്ക് വരേണ്ട അസുഖമുള്ളൂ. നമുക്ക് നമ്മുടെ നാട് സ്വർഗം തന്നെയാണ്. ഈ മണ്ണിൽ ആരുടെയും കണ്ണീര് വീഴാതെ കാത്തുപിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ പുറകെ വരുന്ന തലമുറയ്ക്കും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ പരിപാടി വൻ വിജയമാക്കി തീർത്ത എല്ലാ നെയ്യശ്ശേരി നിവാസികൾക്കും ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു 100,000 നന്ദി. ഇനി വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശോശാമ്മ ചേച്ചിയും മക്കളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കയ്യടിക്ക്.
കൊല്ലും ഞാൻ പിശാചെ. പേടിച്ചു പോയി. പേടിച്ചു പോയോ? നിന്നെ പകല് വെട്ടത്ത് കണ്ടാൽ തന്നെ പേടിക്കും. പിന്നെ രാത്രി കൊച്ചിന്ന് നേരെ ഇങ്ങോട്ട് ചാടിയോ? കട്ടപ്പനയിൽ ഇറങ്ങി ഒരോട്ട പിടിച്ച് നേരെ ഇങ്ങ് പോന്നു. നീ പിന്നെ വിളിച്ച ഫോൺ എടുക്കത്തില്ലല്ലോ. അപ്പൊ എന്റെ കുടുംബത്തേക്ക് പോകുന്നതിന് മുന്നേ നിന്നെ ഒന്ന് കൊണ്ടുവച്ച് പോവാന്ന് വിചാരിച്ചു. എന്റെ ചുന്ദരി. നിന്നെ ഞാനേ ഒന്ന് അകത്തേക്ക് വരട്ടെ. ഒന്ന് കയറി വന്നാലോ നാലേക്കാ. അയ്യോ, പ്ലീസ് വേണ്ട. ഒന്ന് കുടുംബത്ത് പോടി. ഞാൻ ഒറ്റയ്ക്കോ? നീയേ ചാടിക്കിടന്ന ആ മതിലില്ലേ, അത് അവിടെ തന്നെ ഉണ്ട്. തിരിച്ച് ചാടിക്കോ. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാൻ വന്നോണ്ട് തിരിച്ചു പോയി. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കും. എടി കുത്തി പിടിച്ചങ്ങ് നടന്നോ. എനിക്ക് കാലത്ത് കട്ടപ്പനക്ക് പോകാനുള്ളോ. അയ്യോ എന്റെ കുഞ്ഞോനെ പ്ലീസ് അങ്ങനെ പറയൂല്ലോ കുഞ്ഞോനെ. പ്ലീസ് കുഞ്ഞോനെ. ഇല്ല ഞാൻ കയറി വരും. എന്നെ അറിയാലോ. ഞാൻ സാറമ്മന്റെ അടുത്ത് ജിൻസിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞാലോ നാലിക്കാം. സാറമ്മച്ചി ഞാൻ കാലത്ത് വരാം. ഉറപ്പാണോ? ഉറപ്പ്. നീ ഇങ്ങനെ കുരുമുളകൊക്കെ വിറ്റ് കാശും സമ്പാദിച്ച് ഓവറായ മസിലും പിടിച്ചേച്ചിരുന്നാ ഉണ്ടല്ലോ പൊട്ടിത്തെറിച്ച് പോകും കേട്ടാ. എടാ എത്ര നാളായടാ നമ്മളിങ്ങനെ ഒരുമിച്ചൊരു യാത്രയൊക്കെ പോയിട്ട്. അതാ പിന്നെ ഞാൻ ചാടിക്കേറി ഇങ്ങ് പോന്നേ. ഞാനേ എന്റെ ജോലി അങ്ങ് വിട്ടാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇവിടെ ആകുമ്പോ എനിക്ക് നിന്റെ വാലിൽ തൂങ്ങി അങ്ങ് നടക്കാലോ. അപ്പൊ നിനക്ക് ചിരിക്കാനൊക്കെ അറിയാലേ. പിന്നല്ലാതെ പരിസരം നോക്കാതെ നീ ഓരോ വട്ട് കാണിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. കുഞ്ഞോനെ ഞാനേ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കൂ. എന്താ നീ പറ. എടാ കുഞ്ഞോനെ, നീ ഇങ്ങനെ നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ കൃഷിയൊക്കെ ചെയ്ത് വിയർത്ത് ക്ഷീണിച്ച് നിൽക്കുമ്പോ ഞാനേ ഒരു ചട്ടിയില് തലേന്നത്തെ മീൻകറിയും നല്ല മുളക് ചമ്മന്തി തൈരൊക്കെ ചേർത്ത് കഞ്ഞി എടുത്തങ്ങ് ഒരു വരവ് വരും. എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാവിലെ സ്പൂണിൽ കോരി കഴിച്ചേച്ച് ഏതേലും മരത്തിന്റെ താഴെ ഇരുന്ന് നല്ല തണുത്ത കാറ്റും കൊണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണം. എനിക്ക് ഐസ്ക്രീം വേണം. വെറുതെ ഇരിക്കും. അതൊക്കെ വേണം. നിർത്തടാ നിർത്ത്. ആ നിർത്തി. ആൻസി കൊച്ചു ജോലി സ്ഥലത്ത് വരുന്ന വഴിയാണ്. ഞാൻ ഇന്നലെ വന്നായിരുന്നു. ഇവന്റെ ഇപ്പൊ കട്ടപ്പന പോയേച്ച് വരുവാ. പാപ്പച്ച എന്റെ സ്ഥിരം സാധനം. ഓ ഇപ്പൊ നിനക്കൊന്നും വേണ്ടായോ? അത് തന്നെ പറഞ്ഞോ. അതന്നെയാ കേട്ടോ. ഓ ഇപ്പൊ തരാം. എങ്ങോട്ടാ? ലോകത്ത് എവിടെ പോയേച്ചാലും നമ്മുടെ ഈ നാടില്ലേ നെയ്യാശ്ശേരി, ഇവിടെ വന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ എവിടെ കിട്ടത്തില്ലടാ കുഞ്ഞോനെ. ഈ മഞ്ഞും മലയും കാറ്റും പിന്നെ നമ്മുടെ തോന്നിയാസവും, ഇത് നമ്മുടെ സ്വർഗാടോ അല്ലയോ? ഐസ്ക്രീം പിന്നെ നമ്മുടെ പാപ്പിച്ചായന്റെ ഐസ്ക്രീമും. സുഖാണോ? ഓ സുഖം. അടിപൊളിയല്ലേ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എപ്പോ നോക്കിയാലും ഒരു ഐസ്ക്രീം തീറ്റ്. അതും കൂടെ കഴിച്ചോ. പിടിച്ചു നീ കഴിക്കടാ. എന്റെ ഈ ഭ്രാന്ത് നിനക്കും കൂടെ പകരട്ടെ എന്ന് വിചാരിച്ചാ. അതാവുമ്പോ കല്യാണം കഴിയുമ്പോ നീ എനിക്ക് ഡെയിലി ഐസ്ക്രീം വാങ്ങി തരുമല്ലോ. പിന്നെ നോക്കിയെങ്കിൽ ഇരുന്നേച്ചാ മതി. വേണ്ട. എടി കുടുംബത്തിൽ പോകുമ്പോ നിനക്ക് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. വെറുതെ മനുഷ്യൻ തീ തീറ്റിക്കാൻ വേണ്ടിട്ട്. വാ വന്ന് വണ്ടിയിലോട്ട് കയറിക്കേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക.
നിങ്ങളങ്ങ് പൊക്കോ, ഞാൻ വന്നോളാം. നീ വന്ന് വണ്ടിയിലോട്ട് കയറുന്നുണ്ടോ? ആൻസി നീ ചെല്ല്. എന്നാടാ അവിടെ ഒരു തോന്നിവാസം. കേറി വണ്ടി കൂടുന്നുണ്ട്. ചിങ്കരിക്കാൻ പറ്റിയ സ്ഥലം. ദോഷം അല്ലാതെന്താ.